അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ കുമ്പമ്പാറയിൽ പ്രവർത്തിക്കുന്ന ശാന്തി കവാടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. 28,94,540 രൂപ ചിലവഴിച്ചാണ് പണികൾ നടക്കുന്നത്. അടിസ്ഥാന വികസനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പണികൾ ആരംഭിച്ചത്. ഒരു മാസം കൊണ്ട് പണികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും അടിയന്തര ഘട്ടങ്ങളിൽ മൂന്നാറിലെ ക്രമറ്റോറിയം ക്രമീകരിച്ചിട്ടുള്ളതായും അധികൃതർ അറിയിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കുമ്പമ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ആധുനിക ശ്മശാനമായ ശാന്തി കവാടത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ശാന്തി കവാടത്തിനെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യക്കുറവ് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഏറെ നാളായുള്ള ഉപകരണങ്ങളുടെ കേടുപാടുകൾ, പ്രത്യേകിച്ച് പുകക്കുഴലിലെ അടക്കം കേടുപാടുകൾ പ്രവർത്തനത്തിന് പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശാന്തി കവാടത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെയും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. 28,94,540 രൂപ ചിലവഴിച്ചാണ് പണികൾ നടത്തുന്നതെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ക്രിമിറ്റോറിയത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി പത്രവാർത്തകളൊക്കെ വന്നിരുന്നു. ക്രിമിറ്റോറിയത്തിന്റെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മെഷീനുകളുടെ കംപ്ലൈൻ്റൊക്കെ മാറ്റുന്നതിനുള്ള നടപടികളാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ആരംഭിച്ചു. തൊട്ടടുത്ത് മൂന്നാറാണ് നമുക്ക് വേറെ ക്രിമിറ്റോറിയം അവൈലബിൾ ആയിട്ടുള്ളത്. അതിനാൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രിമിറ്റോറിയം ഉപയോഗിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് തുറക്കുമെന്നാണ് അറിയിക്കാറുള്ളത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ആണ് അറ്റകുറ്റപ്പണികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അടിയന്തര സാഹചര്യത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ക്രമറ്റോറിയമാണ് നിലവിലുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ മൂന്നാറിലെ ക്രമറ്റോറിയം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.